എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ MS എക്സലിലുള്ള സം ഈഫ് ആൻഡ് സം ഈഫ്സ് ഈ ഫങ്ഷനുകൾ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് നമ്മളുടെ ഡാറ്റാബേസിൽ ഉപയോഗിക്കുക എന്നും എങ്ങനെയാണ് എളുപ്പത്തിൽ ഈ ഒരു ഫങ്ഷൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് വർക്ക് ഈസിയാക്കാമെന്നും ഡാറ്റ എങ്ങനെ എക്സ്ട്രാക്റ്റ് ചെയ്യാമെന്നും നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചും നമ്മളുടെ ക്രൈറ്റീരിയ അനുസരിച്ചും എങ്ങനെ ഡാറ്റ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാമെന്നുമാണ് നോക്കുന്നത്. സം ഈഫ്, ഈ സം ഈഫ് എന്ന് പറഞ്ഞാൽ ഈഫ് കണ്ടീഷനിലെ മറ്റൊരു കണ്ടീഷനാണ് സം ഈഫ്. അപ്പോൾ ഈ സം ഈഫിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈക്വൽ ടു സം ഈഫ്. നമ്മൾക്ക് ഈ ഫോർമുല ഒന്ന് എടുക്കാം. സം ഈഫ് ടാപ്പ് കീ പ്രസ്. ഇവിടെ സം ഈഫ് എന്നുള്ളതിന് റേഞ്ച് ക്രൈറ്റീരിയ സം റേഞ്ച്. അതായത് സം ഈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഡാറ്റാബേസിനെ സമ്മ് ചെയ്യാനുള്ള ഡാറ്റകളെ ചില നിശ്ചിത ക്രൈറ്റീരിയ ബേസിൽ സം ചെയ്യുക. അതായത് നമ്മൾക്ക് കൂട്ടിയെടുക്കുക എന്നുള്ള ഒരു ഡാറ്റാബേസ്, നമുക്ക് ചില കണക്കുകളെ കൂട്ടിയെടുക്കേണ്ടതുണ്ടാവും. ചില ഡാറ്റകളെ കൂട്ടിയെടുക്കുന്നതിന് ചില ക്രൈറ്റീരിയ ഉപയോഗിച്ച് കൂട്ടുക എന്നുള്ളതിനാണ് സം ഈഫ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. സം ഈഫിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ക്രൈറ്റീരിയ മാത്രമേ സം ഈഫിൽ ഉപയോഗിക്കാൻ പറ്റൂ. അതായത് നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഈ ഒരു സെയിൽസ് ഡാറ്റ. ഈ സെയിൽസ് ഡാറ്റയിൽ ഒത്തിരി സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് പ്രോഡക്റ്റ്, റീജിയൻ, സെയിൽസ് പേഴ്സൺ, ക്വാണ്ടിറ്റി, പ്രൈസ്, ടോട്ടൽ. ഇതാണ് ഈ ഒരു സെയിൽസ് ഡാറ്റ. അപ്പോൾ ഈ സെയിൽസ് ഡാറ്റയിലെ ഒരു ക്രൈറ്റീരിയ മാത്രം മതിയെങ്കിൽ നമ്മൾക്ക് സം ഈഫ് ഉപയോഗിച്ച് ഈ ഡാറ്റ കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു ഉദാഹരണം നോക്കാം. ഇവിടെ പ്രോഡക്റ്റ് എ, റീജിയൻ ഈസ്റ്റ്, വെസ്റ്റ് എന്നിങ്ങനെ റിപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ റീജിയൻ വന്നിരിക്കുന്നത്. അതുപോലെ സെയിൽസ് പേഴ്സണും റിപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾക്കിവിടെ പ്രോഡക്റ്റ് എ ടോട്ടൽ എത്ര ഉണ്ട്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ബി ടോട്ടൽ എത്രയുണ്ട് എന്നൊന്ന് നോക്കാം. അതിന് പ്രോഡക്റ്റ് എ എത്ര ഉണ്ട് എന്ന് നോക്കുന്നത് ഇതിൻ്റെ ടോട്ടൽ പ്രോഡക്റ്റ് എത്രയുണ്ട് എന്ന് നോക്കാം. നമ്മൾക്കത് ഓരോ ബേസിൽ ഓരോ സമയത്തായിട്ട് ക്വാണ്ടിറ്റി നോക്കാം, പ്രൈസ് നോക്കാം, ടോട്ടൽ നോക്കാം. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര സെയിൽസ് പ്രൈസ് ഉണ്ട് ഈ പ്രോഡക്റ്റുകളിലെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നോക്കാം. അപ്പോൾ ഞാനതിന് ഈക്വൽ ടു സം ഈഫ് റേഞ്ച്, ഈ ഏത് ക്രൈറ്റീരിയ ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ റേഞ്ച്. അതായത് ഇവിടെ ആർഗ്യുമെൻറ്റ്സ് കിടക്കുന്നത് റേഞ്ച്, ക്രൈറ്റീരിയ, സം റേഞ്ച്. അതായത് റേഞ്ച് ക്രൈറ്റീരിയതായിരിക്കണം, സം ചെയ്യേണ്ടതായിരിക്കണം സം റേഞ്ച്. അപ്പോൾ ഞാൻ ഇവിടെ റേഞ്ച് എന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ റേഞ്ച് കൊടുക്കുന്നു, കോമ കൊടുക്കുന്നു. ഇനി ക്രൈറ്റീരിയ എന്താണ് ക്രൈറ്റീരിയ? ഞാനിവിടെ ഇൻവെർട്ടഡ് കോമയിൽ പ്രോഡക്റ്റ് എന്ന് കൊടുക്കുന്നു. എന്തിനാണ് ഇൻവെർട്ടഡ് കോമ കൊടുക്കുന്നത് എന്ന് ഇതിനു മുന്നുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഫോർമുലയ്ക്കകത്ത് ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് കൊടുക്കണം. അപ്പോൾ പ്രോഡക്റ്റ് എ കോമ. ഇനി എവിടെയാണ് സം ചെയ്യേണ്ടത്? നമ്മൾക്ക് ടോട്ടൽ എമൗണ്ടിൻ്റെ സമ്മ് ചെയ്യണം. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ. 4600 എന്ന് വന്ന് ഇതെങ്ങനെയായിരിക്കും? ഈ പ്രോഡക്റ്റ് എയുടെ ടോട്ടൽ കോസ്റ്റ്, അതായത് പ്രോഡക്റ്റ് എ 1 ഇവിടെയുണ്ട്, ഓക്കെ, പിന്നെ പ്രോഡക്റ്റ് എ ഇവിടെയുണ്ട് 2, പ്രോഡക്റ്റ് എ 3, ഓക്കെ. ഇതിൻ്റെ സം വാല്യൂ എന്ന് ആണ് 2000, 3600, 1000, 4600. ഇതാണ് ഇവിടെ സം ചെയ്തിരുന്നത്. ഇങ്ങനെയാണ്. ഇതിപ്പോൾ നമുക്ക് ക്രൈറ്റീരിയ മാറ്റിയിട്ട് ഇത് മറ്റൊരു ക്രൈറ്റീരിയ കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ പ്രോഡക്റ്റേക്ക് പകരം നമുക്ക് ടോട്ടൽ ഈസ്റ്റിൽ എത്ര ഉണ്ടെന്ന് നോക്കാം. അതിന് ഈ ഫോർമുലയിൽ ക്രൈറ്റീരിയ റേഞ്ച്, ഈ റേഞ്ച് അല്ല ഇനി നമ്മൾക്ക് വേണ്ട റേഞ്ച്. അതിന് നമ്മൾ ഈ റീജിയൻ്റെ റേഞ്ച് സെലക്ട് ചെയ്യുന്നു. പ്രോഡക്റ്റിന് പകരം
നമ്മൾ ഇൻവെർട്ടഡ് കോമയിൽ ഈസ്റ്റ് എന്ന് കൊടുക്കുന്നു. സം ചെയ്യുന്ന റേഞ്ച് സെയിം തന്നെ, എൻ്റർ കൊടുക്കുന്നു. 3600. അതായത് ഈ ഈസ്റ്റ് എന്നുള്ള 2 റീജിയനാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. അങ്ങനെ ഒരു ക്രൈറ്റേരിയ, അതായത് ഈ നമ്മളുടെ ഡാറ്റാബേസിലുള്ള ഏതെങ്കിലും ഒരു ക്രൈറ്റേരിയ ഉപയോഗിച്ച് സം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സം ഈഫ്. ഇവിടെ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഈസ്റ്റ് എന്ന് എഴുതിയത് നമുക്ക് കുറച്ചുകൂടി ഡൈനാമിക് ആക്കണമെങ്കിൽ ഞാനിപ്പോൾ റീജിയൺ, ഇപ്പോൾ ഇവിടെ റീജിയൺ എന്നുള്ളതിൻ്റെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഈസ്റ്റ് നമുക്ക് ഒഴിവാക്കിയിട്ട് ആ സെൽ റെഫറൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെൽ റെഫറൻസ് കൊടുക്കുന്നു, എൻ്റർ കൊടുക്കുന്നു. ഞാനിവിടെ ഈസ്റ്റ് കൊടുക്കുന്നു 3600. അതുപോലെ ഞാൻ വെസ്റ്റ് കൊടുക്കുന്നു, സൗത്ത് കൊടുക്കുന്നു. നമ്മൾക്കിങ്ങനെ ഈ എഴുതി അവിടെ റേഞ്ച് എഴുതി കൊടുക്കുന്നതിന് പകരം സെൽ റെഫറൻസ് ആയിട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് സം ഈഫ്സ് എങ്ങനെയാണെന്ന് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഞാനിവിടെ സം ഈഫ്സിൻ്റെ ഫോർമുല ഒന്ന് എൻ്റർ ചെയ്യുകയാണ്. ഈക്വൽ ടു സം ഈഫ്സ് ടാബ് കീ പ്രസ്. ഇവിടെ നോക്കുക, സം ഈഫ് സം റേഞ്ചാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. സം റേഞ്ച് ആദ്യം കൊടുക്കണം. നമ്മൾ സം ഈഫിൽ ചെയ്തത് എങ്ങനെയാണ്? ക്രൈറ്റേരിയ റേഞ്ചാണ് ആദ്യം കൊടുത്തത്. ഇവിടെ നമ്മൾ സം റേഞ്ച് കൊടുക്കുന്നു. ക്രൈറ്റേരിയ റേഞ്ച് 1, ക്രൈറ്റേരിയ 1. പിന്നെ ഇവിടെ നോക്കിയാൽ കാണാൻ ഇങ്ങനെ ഡോട്ടിട്ട് വെച്ചിരിക്കുന്നത്, അതായത് ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. സം റേഞ്ച് ഫിക്സഡ് ആണ്. ക്രൈറ്റേരിയ റേഞ്ച് 1, ക്രൈറ്റേരിയ 1, ക്രൈറ്റേരിയ റേഞ്ച് 2, ക്രൈറ്റേരിയ 2 എന്നിങ്ങനെ രീതിയിലാണ് സം ഈവ്സിൻ്റെ കാൽക്കുലേഷൻ പോകുന്നത്. ഇവിടെ നമുക്ക് സം റേഞ്ച് ഞാൻ ടോട്ടൽ തന്നെ കൊടുക്കുന്നു. ഓക്കെ, കോമ. ഇനി ക്രൈറ്റേരിയ റേഞ്ച് ഏത് ക്രൈറ്റേരിയക്കാണ്? പ്രോഡക്റ്റ് കൊടുക്കുന്നു. ക്രൈറ്റേരിയ റേഞ്ച് കൊടുത്തു, പ്രോഡക്റ്റിൻ്റെ റേഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കോമ. എന്താണ് ക്രൈറ്റേരിയ? ഞാൻ നേരത്തെ ചെയ്തതുപോലെ ഇൻവെർട്ടഡ് കോമയിൽ പ്രോഡക്റ്റ് ബി, കോമ. വീണ്ടും പ്രോഡക്റ്റ് ബി. അടുത്ത ക്രൈറ്റേരിയ റേഞ്ച് കൊടുക്കാം. നമുക്ക് റീജിയൻ്റെ റേഞ്ച് കൊടുക്കുന്നു, കോമ. വീണ്ടും ഇൻവെർട്ടഡ് കോമ ഓപ്പൺ ചെയ്യുന്നു. ഞാനിവിടെ ഈസ്റ്റ് കൊടുക്കുന്നു, EAST, ഇൻവെർട്ടഡ് കോമ ക്ലോസ്, ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ. നോക്കൂ, 1800. ഈ 1800 എന്ന റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഈ പ്രോഡക്റ്റ് ബി ഈസ്റ്റിൽ എത്ര സെയിൽ നടത്തി എന്നുള്ളതിനാണ്. നമുക്ക് ഈ ഫോർമുല ഒന്നുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഈ F3 F8 എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മർ ചെയ്യേണ്ട സം റേഞ്ച്, ദെൻ A3 A2 ക്രൈറ്റേരിയ റേഞ്ച് 1. അപ്പോൾ ക്രൈറ്റേരിയ ഇതാണ്, ക്രൈറ്റേരിയയുടെ റേഞ്ച് ആദ്യം കൊടുത്തു, പിന്നെ ക്രൈറ്റേരിയ കൊടുത്തു, ദെൻ അടുത്തത് ക്രൈറ്റേരിയ റേഞ്ച് 2, ഇതാണ് ക്രൈറ്റേരിയ, അതും കൊടുത്തു നമ്മൾ എൻ്റർ ചെയ്യുന്നു. നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നു. ഇതുപോലെ നമ്മൾക്ക് എത്ര ക്രൈറ്റേരിയ വേണമെങ്കിലും നമ്മൾക്കിതിൽ കൊടുക്കാം. ഞാനിവിടെ ഈ പ്രോഡക്റ്റ് ബി എന്നുള്ളതിൻ്റെ പ്രോഡക്റ്റ് ബി എന്ന് നമ്മൾ കൊടുത്തത് ഞാൻ സെൽ റെഫറൻസ് ആക്കുന്നു. ദെൻ റീജിയൺ എന്നുള്ളതിന് ഞാൻ റീജിയൺ കൊടുക്കുന്നു, എൻ്റർ കൊടുക്കുന്നു. ഞാനിത് ഈസ്റ്റ് ആക്കുന്നു. ഇവിടെ 0 ആണ് കിട്ടിയത്, കാരണം നമ്മൾ പ്രോഡക്റ്റ് കാണിച്ചു കൊടുത്തില്ല. ഞാൻ പ്രോഡക്റ്റ് എടുക്കുന്നു, പ്രോഡക്റ്റ് എ കൊടുക്കുന്നു 3600. ഞാൻ വീണ്ടും ഇത് മാറ്റുന്നു, വെസ്റ്റ് ആക്കുന്നു 1000. ഞാൻ വീണ്ടും പ്രോഡക്റ്റ് മാറ്റുന്നു, ബി, വെസ്റ്റിൽ 2250. വീണ്ടും ഞാൻ സൗത്ത് ആക്കുന്നു 0. പ്രോഡക്റ്റ് ബി ഞാൻ വീണ്ടും മാറ്റി എ ആക്കുന്നു, അതും സൗത്തിലില്ല, സൗത്തിൽ 3600. ഇതിപ്പോൾ 2 ക്രൈറ്റേരിയ കൊടുത്തത്. നമുക്ക് ഒരു ക്രൈറ്റീരിയയുടെ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. വീണ്ടും ഞാൻ ഇവിടെ കോമ അപ്ലൈ ചെയ്യുന്നു. ഇനി ക്രൈറ്റേരിയ റേഞ്ച് ഞാൻ സെയിൽസ് പേഴ്സൺ കൊടുക്കുന്നു, കോമ. ക്രൈറ്റേരിയ സെയിൽസ് പേഴ്സൺ കൊടുക്കുന്നു. ഞാനിവിടെയുള്ള ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ക്രിയേറ്റ് ചെയ്ത സെല്ലാണ് കൊടുത്തിരിക്കുന്നത്, എൻ്റർ കൊടുക്കുന്നു. അപ്പോൾ ഞാൻ ക്രൈറ്റേരിയ മേരി കൊടുക്കുന്നു, അതിൽ ആരുമില്ല, ജോൺ, പീറ്റർ. ഇതാണ്, അതായത് ഈ 3 ക്രൈറ്റേരിയ മീറ്റ് ചെയ്ത സമ്മാണ് ഇവിടെ കിട്ടുന്ന ഈ വാല്യൂ. അതായത് പ്രോഡക്റ്റ് സി ആവണം, സൗത്തിൽ സെയിൽ ചെയ്തതാവണം, പീറ്റർ എന്ന സെയിൽസ് റെപ്പ് സെയിൽസ് ചെയ്തതായിരിക്കണം. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 3600. ഞാനിവിടെ പ്രോഡക്റ്റ് മാറ്റുന്നു, എ ആക്കുന്നു, സൗത്ത് മാറ്റി ഈസ്റ്റ് ആക്കുന്നു, പീറ്റർ എന്നുള്ളത് മാറ്റി മേരി എന്നാക്കുന്നു. സോറി, മേരിക്ക് സെയിൽസ് ഒന്നുമില്ല, ജോൺ ചെയ്യുന്നു. അപ്പോൾ 3600 കിട്ടുന്നു. കണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് nth ലെവൽ വരെ
ക്രൈറ്റീരിയ കൊടുക്കാം. അതായത് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന 3 ക്രൈറ്റീരിയയാണ്. സം റേഞ്ച് ഇവിടെ കിട്ടി, ക്രൈറ്റീരിയ ഇതാണ്, ക്രൈറ്റീരിയ റേഞ്ച് ഇതാണ്, അടുത്ത ക്രൈറ്റീരിയ ഇതാണ്, ക്രൈറ്റീരിയ റേഞ്ച്, തേർഡ് വൺ ക്രൈറ്റീരിയ റേഞ്ച് ക്രൈറ്റീരിയ. അപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സം ഈഫ് ആൻഡ് സം ഈഫ്സ് ഫംഗ്ഷൻ മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.